കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിലിരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന ഒരു സംഭവം അരങ്ങേറുകയാണ്. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു സംശയമില്ല അല്ലേ? അല്ലെ പിന്നെ വലിയ അപ്പമായിരിക്കണം. ഏതായാലും സാധ്യമല്ല. പിന്നെ ഇവിടെ പറയാം 5000 പുരുഷന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5000 പുരുഷന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10000 സ്ത്രീകളും ഉണ്ടാവും. അപ്പോൾ ഒരു 15000 കൂടി, പിന്നെ കുഞ്ഞുങ്ങൾ അതും ഇതൊക്കെ ആയിട്ട് വേറെ കുറേ ടീമുകളും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവും. എന്തായാലും ഒരു 15000 പേർക്ക് 5 അപ്പം ഒന്നുമല്ല. അത് വളരെ, നമ്മൾ പറയില്ല, പരിമിതമായ തുച്ഛമായതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ അത്ഭുതം എന്താണ്? വളരെ തുച്ഛമെന്ന് തോന്നുന്ന, വളരെ കുറവുള്ള ഒരു വിഷയത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അത് നിറവായിട്ട് മാറി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. 5 അപ്പം 5000 പേർക്ക് കൊടുത്തതിനപ്പുറമായിട്ട് നിൽക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്, എവിടെയൊക്കെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, നമ്മുടെ ശരീരത്തിൽ ഒരു കുറവ്, നമുക്ക് രോഗം വരുമ്പോൾ ആ രോഗാവസ്ഥ കർത്താവിന് കൊടുക്കുമ്പോൾ അത് നിറവാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. നമ്മുടെ മനസ്സ് തളർന്ന് ഭയത്തിലും ആകുലതകളിലും നിരാശകളിലും അവിശ്വാസത്തിലൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ തയ്യാറായാൽ ആ വിഷയത്തെ നിറവാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇതിനുള്ള ഏറ്റവും ശക്തമായ ഒരു ആത്മീയ സന്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. നമ്മുടെ ഈ സമാനമായ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം പോരായ്മകളുടെ, ഇല്ലായ്മകളുടെ ഒക്കെ ജീവിതം നമ്മൾ അനുഭവിക്കുന്നവരാണ്. അത് സാമ്പത്തിക കുറവ് മാത്രമല്ല, നമ്മുടെ വൈകാരിക മനുഷ്യൻ, നമ്മുടെ ആത്മീയ മനുഷ്യനൊക്കെ വളരെ, നമ്മൾ പറയില്ലേ, പര്യാപ്തമല്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കുറവ് അനുഭവിക്കുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തിലൊരു നിറവിൻ്റെ അനുഭവം വേണോ? ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. ഇത് നമ്മൾ എത്ര പേര് തയ്യാറാകുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ അതിനുള്ള പല വഴികൾ അന്വേഷിക്കും, പല സാധ്യതകളിലേക്കും കടന്നു പോകും. എന്നിട്ട് പലപ്പോഴും അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താനും പറ്റുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണ് ജീവിക്കുന്നവനായ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും
അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കുമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ദൈവകരങ്ങളിൽ ജീവിതം സമർപ്പിച്ചാൽ നിന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ അവന് സാധ്യമാണ്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ നമുക്കൊരു കുറവ് അനുഭവിക്കും, നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒത്തിരി മേഖലകളിൽ ഈ കുറവും പോരായ്മയും ഇല്ലായ്മകളൊക്കെ അനുഭവിക്കുന്നവരാണ്. ആ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കാൻ തയ്യാറായാൽ ദൈവം ആ വിഷയത്തെ എടുക്കാൻ നമ്മൾ വിട്ടുകൊടുത്താൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, ആ വിഷയം 5 അപ്പം 5000 പുരുഷന്മാർക്ക് ഭക്ഷണമായിട്ട് മാറിയില്ലേ? ഒരു അത്ഭുതത്തിൻ്റെ കരമാണ് കർത്താവിൻ്റെ കരം. ഇനി ഇത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, യേശുവിൻ്റെ കരങ്ങളിൽ ഈ 5 അപ്പം നൽകപ്പെട്ടതിന് ശേഷം യേശു എന്നാ ചെയ്തേ? ഈ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് പങ്കുവെച്ചു, മുറിച്ചു കൊടുത്തപ്പോൾ പറയുന്നത് എന്നാണെന്നറിയാവോ? അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭക്ഷിക്കുകയും തൃപ്തരാകുകയും ചെയ്തു. ഈ അപ്പം മുറിയാൻ തയ്യാറായപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നൽകപ്പെട്ട നമ്മുടെ ജീവിതം, ഈ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് എടുത്തു നോക്കിയേ, ദൈവകരങ്ങളിലേക്ക് കൊടുത്ത ഈ അപ്പം, അത് കർത്താവിൻ്റെ കരങ്ങളിൽ മുറിയാൻ നാം വിട്ടുകൊടുത്താൽ, മുറിയപ്പെടാൻ നാം വിട്ടുകൊടുത്താൽ സംഭവിക്കുന്ന അത്ഭുതം എന്നാണെന്നറിയാവോ? അത് അതിനേക്കാളും വലിയ അത്ഭുതം. നമ്മുടെ ജീവിതത്തിൻ്റെ സംതൃപ്തി മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അത് അനേകർക്ക് സംതൃപ്തമായ ഭക്ഷണമായിട്ട് മാറി. ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുത്തിട്ട് മുറിയാൻ അനുവദിക്കുന്നിടത്താണ് അവരന് സമാധാനവും അവരന് സന്തോഷവും നമ്മുടെ കൂടെയുള്ളവർക്ക് സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ മുറിയപ്പെടാൻ തയ്യാറല്ലെങ്കിലോ, നമ്മൾ നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാത്രം ചേർത്ത് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരിക്കലും നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് സംതൃപ്തിയോ സമാധാനമോ സന്തോഷമോ ഒന്നും നൽകില്ല. എപ്പോഴാണ് അതൊക്കെ നൽകുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി മുറിയാൻ, തകർക്കപ്പെടാൻ ഞാൻ അനുവദിക്കുന്നിടത്താണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ഒരു ദാമ്പത്യ ബന്ധത്തിൽ എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്? ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും മുറിയപ്പെടാൻ തയ്യാറാകുന്നുണ്ട്. ഈ മുറിയപ്പെടാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്, വളരെ ഹാർഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് പല കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. മുറിയപ്പെടാൻ തയ്യാറാകുന്നിടത്ത് സംഭവിക്കുന്ന അത്ഭുതം നമ്മൾ ആദ്യം കണ്ടതിനേക്കാൾ വലിയ അത്ഭുതമാണ്. എന്താണ്? ആ അപ്പം അനേകർക്ക് സംതൃപ്തിക്ക് കാരണമായിട്ട് മാറി. ഇനി ഈ അൾത്താരയിൽ സംഭവിക്കുന്നതെന്നാ? യേശു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി മുറിച്ച് തരികയാണ്, നമുക്ക് സംതൃപ്തി തരാൻ വേണ്ടി. യേശു മുറിച്ച് അത് എൻ്റെ കരങ്ങളിലേക്ക് വരുമ്പോൾ, എൻ്റെ നാവിലേക്ക് വരുമ്പോൾ, എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതം അതിൻ്റെ സംതൃപ്തിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ ജീവൻ്റെ സമൃദ്ധിയിലേക്കാണ് യേശുവിൻ്റെ ശരീരം ഞാൻ സ്വീകരിക്കുമ്പോൾ, അവൻ്റെ രക്തം ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ ഉയർത്തപ്പെടുന്നത്. കാരണം എന്താ? യേശു മുറിച്ചാണ് തരുന്നത്, മുറിച്ചാ തരുന്നത്. അത് നമുക്കാണ് സംതൃപ്തി തരുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. വരാപ്പുഴ രൂപതയിലെ മാടവന പള്ളിയിൽ ഒരു കുഞ്ഞിൻ്റെ നാവിൽ ആ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചപ്പോൾ അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറി. ഇത് കഴിഞ്ഞ 3 ഞായറാഴ്ചകളിൽ നടക്കുന്ന, കൈകളിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കൈകളിൽ നിന്ന് രക്തം ഒഴുകി. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയുടെ സമയത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച അത് നാവിൽ വെച്ചു കൊടുത്തപ്പോൾ നാവിൽ അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറി. ഇപ്പം അനേക ആയിരങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതന്നെ ഇവിടെ ഈ അൾത്താരയിൽ അപ്പം മുറിയപ്പെടുമ്പോൾ അത് അവൻ്റെ ശരീരം തന്നെയാണ് അവൻ മുറിച്ചു തരുന്നത്. രക്തം പങ്കുവെച്ച് തരുമ്പോൾ യേശു തൻ്റെ രക്തം തന്നെയാണ് നമുക്ക് പകുത്തു തരുന്നത്, അല്ലെങ്കിൽ പങ്കുവെച്ച് തരുന്നത്. ഇത് നമുക്ക് തരുന്ന ജീവനുണ്ടല്ലോ, എവിടെയൊക്കെ ജീവൻ ശോഷിച്ചു പോയോ അവിടെയൊക്കെ ജീവന്റെ സമൃദ്ധിയാണ് യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നത് അവൻ്റെ ശരീരമാണ്, അവൻ്റെ മുറിയപ്പെട്ട ശരീരം, അവൻ്റെ തകർക്കപ്പെട്ട ശരീരം. എനിക്കും നിനക്കും ജീവനുണ്ടാകാൻ വേണ്ടി കാൽവരിയിൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ശരീരവും രക്തവുമാണ് ഓരോ ബലിയിലും നാം സ്വീകരിക്കുന്നത്, നാം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. എന്തിനാണെന്നറിയാവോ? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ എൻ്റെ ജീവൻ തന്നെയാണ്
അല്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാനുമായി ലോകത്തിലേക്ക് വന്ന ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അതിലൂടെ നമുക്ക് വേണ്ട നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.